മലയാളി സദാചാര ബോധത്തിൻ്റെ ഇരകളായി മാറുകയാണ് ആദിലയും നൂറയും. അതിൽ നൂറയ്ക്ക് നേരെയുള്ള കമൻറ്റുകൾ നോക്കിയാൽ അതിലധികവും തുണിയെ പറ്റിയിട്ടാണ്. ഒരു കുലസ്ത്രീയുടെ കമൻറ്റ് ഇങ്ങനെയാണ്: അരയ്ക്ക് താഴെ തുണി അലർജിയാണെന്ന് തോന്നുന്നു എന്നാണ്. മറ്റൊരു ന്യൂജൻ കമൻറ്റുമുണ്ട്. അതും വളരെ വ്യത്യസ്തമായിട്ടൊന്നുമല്ല, സദാചാരത്തിൽ മുങ്ങി തപ്പി തന്നെയാണ് അത്തരത്തിലുള്ള ഒരു കമൻറ്റും വന്നിരിക്കുന്നത്. ന്യൂ ജനറേഷനിലുള്ള ആൾ പറയുന്നത് നാണവും മാനവും ഇല്ലാത്തവർക്ക് എന്തും ആവാമെന്നാണ്. ഈ ഇട്ടിരിക്കുന്ന തുണിയെ പറ്റിയും അവരണിഞ്ഞിരിക്കുന്ന മേക്കപ്പിനെ പറ്റിയുമൊക്കെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നിറയുമ്പോൾ നാണമില്ലേ മലയാളി, അല്ല നാണമില്ലേ ഒരു പറ്റം മലയാളി എന്നാണ് സാഗ്നൂസിന് ചോദിക്കാനുള്ളത്. മുക്കുത്തി എന്ന അക്കൗണ്ടിൽ നിന്ന് വരുന്ന കമൻറ്റ് വേറെ, പിന്നെ മേക്കപ്പ്, ക്യൂട്ട്നെസ്, ഇങ്ങനെ നീണ്ടുപോകുന്നു കമൻറ്റുകളുടെ നിര. എന്തായാലും മലയാളി സദാചാര ബോധം ബിഗ് ബോസിന് നേർക്കുമുണ്ട്. നമ്മൾ എത്ര പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഈ ഡിജിറ്റൽ യുഗത്തിൻ്റെ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ നമ്മെ എവിടെയാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്? നമ്മൾ ആരാണ് ഒരാളുടെ വേഷത്തെ നിർണ്ണയിക്കാൻ? ആരാണ് ഒരാൾ എങ്ങനെ ജീവിക്കണം എന്ന കാര്യം നിർണ്ണയിക്കാൻ? നാണമില്ലേ? നേരത്തെ പറഞ്ഞ പോലെ ഒരു പറ്റം മലയാളികളെ, ഒരല്പം ഉളുപ്പ് വേണം ഇങ്ങനെയൊക്കെ കമൻ്റ് ഇടുന്നതിന് മുന്നേ. കമൻറ്റുകൾ ഇങ്ങനെയൊക്കെ നിറയുന്നതിനിടയിൽ ഒരല്പം ഗെയിമിലേക്ക് വരികയാണെങ്കിൽ, ഗെയിമിൻ്റെ പേരിലാണെങ്കിലും ലക്ഷ്മി പറഞ്ഞ ദോഷകരമായ കമൻറ്റിനെ അമ്മ എതിർക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് ലക്ഷ്മിയുടെ അമ്മ. പക്ഷേ അവിടെയും ആദിലയും നൂറയും സിറ്റൗട്ടിലിരുത്താം എന്നൊക്കെ പറയുമ്പോൾ അതിലല്പം എഫക്റ്റ് മാറി വീശുകയാണ് ഉണ്ടായത്. പക്ഷേ അത് തമാശയായി ആണ് പറഞ്ഞതെന്ന് പറഞ്ഞ് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന തരത്തിലേക്ക് നമ്മുടെ ചിന്തയെ കൊണ്ട് അടുപ്പിക്കുവാൻ അമ്മയുടെ ജെനുവിൻ സോളിന് കഴിയുന്നുണ്ട്. ലക്ഷ്മി പറ്റിപ്പോയ തെറ്റ് ഇതുവരേക്കും സമ്മതിച്ചില്ല എങ്കിലും അമ്മയുടെ അഭിപ്രായത്തോടൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നു എന്ന ശരീരഭാഷയിലൂടെ മനസ്സിലാക്കിയും തരുന്നു. ഒനീലിനോട് ക്ഷമ പറഞ്ഞത് ഏറ്റവും നന്നായി എന്ന് ലക്ഷ്മിയുടെ അമ്മ പറയുന്നു. തെറ്റ് ചെയ്താൽ ക്ഷമ പറയാനുള്ള മനസ്സ് ഏറ്റവും വലുതാണ് എന്ന് അമ്മ ഒന്നുകൂടി മലയാളികളെ ഒന്നടങ്കം ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എല്ലാ സന്തോഷങ്ങൾക്കിടയിലും ഒനീലിൻ്റെ അമ്മ ലക്ഷ്മിക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. കാല് പിടിക്കാനൊക്കെ ലക്ഷ്മി ശ്രമിക്കുന്നുണ്ടെങ്കിലും പുറത്തു വരുമ്പോൾ സംസാരിക്കാം എന്നൊക്കെയാണ് ഒനീലിൻ്റെ അമ്മ പറയുന്നത്. ചിലപ്പോൾ പുറത്തിറങ്ങിയ ശേഷം അമ്മ ക്ഷമിക്കുമായിരിക്കും. ഇപ്പോൾ ക്ഷമിച്ചാൽ ചിലപ്പോൾ ലക്ഷ്മിക്ക് കുറച്ച് റീച്ച് കൂടിയാലോ. എന്തായാലും ഒനീൽ മാത്രമല്ല, അമ്മയും നല്ല ഒന്നാന്തരം ഗെയിമറാണെന്ന് തോന്നുന്നു. നിലപാട് അത് ശക്തമാണ് അമ്മയ്ക്കും ലക്ഷ്മിക്കും. പക്ഷേ മഞ്ഞുരുകും എന്ന് ഉറപ്പാണ്. പ്രോഗ്രാം കണ്ടന്റ് കുറഞ്ഞു പോയതുകൊണ്ട് ഫാമിലിയെ ഒക്കെ നിറച്ച് ബിഗ് ബോസ് കുറച്ച് റീച്ച് കൂട്ടാൻ, കണ്ടന്റ് ക്വാളിറ്റി കൂട്ടാനൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. കളം അങ്ങനെയും നിറയ്ക്കാനുള്ള ശ്രമം ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. പക്ഷേ സദാചാരം ഇങ്ങനെ കളിക്കേണ്ടതില്ല മലയാളികളെ, ഒരു പറ്റം മലയാളികളെ. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.